ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജൂൺ 15 രാവിലെ സൂര്യൻ മിഥുന രാശിയിലേക്ക് രാശി മാറുന്നു. അതായത് മിഥുന രവി സംക്രമമാണ്. അപ്പോൾ സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്ന സമയത്ത് രാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ ആ രാശിയിലുണ്ട് ജൂൺ 22 വരെ. അതുപോലെ മിഥുനൻ രാശിയിൽ ഗുരു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ മിഥുനൻ രാശിയിൽ സൂര്യൻ ബുധൻ ഗുരു ഉള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് ഗുരു എന്ന് പറയുന്നത് ജ്ഞാനകാരകനാണ്. അതുപോലെ ബുധൻ വിദ്യാകാരകനാണ്. അതുപോലെ സൂര്യനാണെങ്കിൽ ആത്മകാരകനാണ്. ഈ 3 ഗ്രഹങ്ങൾ മിഥുനരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ജൂലൈ 15 വരെ ആ സൂര്യൻ മിഥുനം രാശിയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് മിഥുനം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ മിഥുനമാസം എന്ന് തന്നെ പറയുന്നത്. അപ്പം ഈ മിഥുനമാസം എന്ന് പറയുന്നത് ഉത്തരായണ കാലത്തിൻ്റെ അവസാന മാസം എന്നും കൂടെ നമുക്ക് പറയാം. അപ്പം മിഥുനം രാശി എന്ന് പറയുന്നത് വായുതത്വരാശിയാണ്. സൂര്യൻ എന്ന് പറയുന്നത് അഗ്നി തത്വ രാശാധിപനും കൂടെയാണ്. അപ്പം അഗ്നിതത്വ രാശാധിപനായിട്ടുള്ള സൂര്യൻ വായുതത്വരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം. അപ്പം സൂര്യൻ നമുക്കറിയാം പിതൃകാരകനാണ്, ആത്മകാരകനുമാണ്. അതുപോലെ നമുക്ക് ഉയർന്ന അധികാരങ്ങൾ, ഉയർന്ന പദവി, സർക്കാരുമായിട്ടുള്ള ബന്ധം, സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ തൊഴിൽ, അതുപോലെ നമുക്ക് ന്യായബോധങ്ങൾ, സദാചാര നിരത, അതുപോലെ വൈദ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവയുടെയൊക്കെ ഒരു കാരകത്വം നമുക്ക് ഈ സൂര്യനെ കൊണ്ട് പറയാം. അപ്പോൾ സൂര്യൻ ബുധൻ്റെ രാശിയിലേക്കാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് അത് വളരെ മംഗളകരമാണ്, ഗുണകരമാണ്. എങ്കിലും ഈ സൂര്യൻ്റെ മിഥുനരാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അത് വ്യത്യസ്തമായിട്ടായിരിക്കും സ്വാധീനിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ മിഥുനരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മകം, പൂരം, അതുപോലെ ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. ഇപ്പം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ജന്മരാശി അല്ലെങ്കിൽ ലഗ്നരാശിയുടെ അധിപനാണ് ആ സൂര്യൻ. അപ്പോൾ ആ സൂര്യൻ ജൂൺ 15 രാവിലെ അവരുടെ 11ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ 2ാം ഭാവാധിപനും കൂടിയാണ് ആ ബുധൻ. അപ്പോൾ 2ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ 11ലുണ്ട്. അത് 22 വരെ ആ 11ലുണ്ട്. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും ആ 11ൽ സ്ഥിതിയുള്ള സമയമാണ്. അങ്ങനെ 11ാം ഭാവരാശിയിൽ ഇച്ഛാപൂർത്തി സ്ഥാനത്ത് സൂര്യനും ബുധനും ഗുരുവും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു മാസമായിട്ട് നമുക്ക് കാണാം. സാമ്പത്തിക ഞെരുക്കമൊക്കെ മാറും. പൊതുവെ ആ ഇച്ഛാപൂർത്തി സ്ഥാനത്തായതുകൊണ്ട് ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു പണമൊക്കെ പലിശയ്ക്ക് കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിട്ടി ഫണ്ടൊക്കെ നടത്തുന്നവർ, അതുപോലെ ബാങ്കിങ് ബിസിനസ് നടത്തുന്നവർ, അതുപോലെ കുടുംബ ബിസിനസ്സുകാർ, അവർക്കൊക്കെ അവരുടെ ആ മേഖലയിൽ ബിസിനസ്സിലൊക്കെ വരുമാനം, അവരുടെ ലാഭമൊക്കെ കൂടുന്ന സമയമായിട്ട് നമുക്ക് ഈ ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ 11 നിൽക്കുക വഴി പറയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ സുഹൃത്തുക്കൾ, അതുപോലെ ജ്യേഷ്ഠ സഹോദരന്മാർ വഴിയൊക്കെ അവർക്ക് തന്നെ നേട്ടം ഉണ്ടാകും. അതുവഴിയൊക്കെ ഗുണാനുഭവം ഈ കുറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന പണത്തിൻ്റെ ആ ഒരു കാലതാമസമൊക്കെ മാറി അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറും. തൊഴിൽ സ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. സ്ഥാനക്കയറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നതിനും അനുകൂല സമയമാണ്. ഇപ്പോൾ 2ാം ഭാവാധിപൻ ആയിട്ടുള്ള ആ ബുധൻ ആ ഭാവത്തിൻ്റെ 10ലൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ തന്നെ തൊഴിൽ കിട്ടുന്നതിന്, സർക്കാർ സർവീസിലൊക്കെ തൊഴിൽ കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുവഴി തൊഴിൽ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. അതുപോലെ ഈ സർക്കാർ സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലിൽ എന്തെങ്കിലും അംഗീകാരമോ ആദരവോ ഒക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കേണ്ട സമയമാണ്. 11ലാണ് സൂര്യനും ബുധനും ഒക്കെ നിൽക്കുന്നത്. അതുപോലെ തന്നെ സൗഹൃദങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ ഇവയൊക്കെ മെച്ചപ്പെടും.
ഉന്നത വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടുന്നതിനൊക്കെ അനുകൂല സമയമാണ്. അത് അവരുടെ ഭാവിയിലൊക്കെ അവർക്ക് ഗുണം ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് അവരെ കൊണ്ട് സഹായമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. രവി, ബുധൻ, ഗുരു ഒക്കെ തന്നെ 5-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. 5-ാം ഭാവാധിപനും കൂടിയാണ് ഗുരു. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും. അവർ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്കൊക്കെ അവർക്ക് അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ്. പഠനത്തിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ്. ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അംഗീകാരം ഉണ്ടാകുന്ന സമയമാണ്. ആ ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്ന കലാകാരന്മാർക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ആദരവ്, അവാർഡ് ഒക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പം ടീച്ചിങ് മേഖലയിലൊക്കെ വളരെ തിളക്കം, വളരെ ശോഭിക്കുന്ന സമയം എന്ന് തന്നെ പറയാം. തൊഴിലിടത്ത് ശത്രുക്കളെയൊക്കെ നിഷ്പ്രദമാക്കാൻ കഴിയും എന്നുള്ളതാണ്. ശത്രുക്കളുടെ ശല്യമൊക്കെ കുറയ്ക്കാൻ കഴിയും. കർമ്മസുഖമൊക്കെ അനുഭവപ്പെടുന്ന സമയമായിട്ട് നമുക്ക് എടുക്കാം. ആത്മീയ കാര്യങ്ങളിലും അതുപോലെ സത്കർമ്മങ്ങളിലുമൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 5-ൽ നോക്കുന്നു, സൂര്യൻ 5-ൽ നോക്കുന്നു, ബുധൻ 5-ൽ നോക്കുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് ഉപാസനാദി കാര്യങ്ങൾക്ക് ഒക്കെ വളരെ ഒരു ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും. മന്ത്രസിദ്ധിയൊക്കെ ഉണ്ടാകുന്നതിനും അനുകൂല സമയമായിട്ട് നമുക്ക് ഈ സൂര്യൻ്റെ ഈ 11-ലേക്കുള്ള രാശിമാറ്റവും 5-ലേക്ക് സൂര്യനും ബുധനും അതുപോലെ ഗുരുവൊക്കെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് പൊതുവെ അനുകൂലമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കാവുന്ന ഒരു സമയമായിട്ട് നമുക്ക് ഈ മിഥുനമാസത്തിലെ സൂര്യനെ കൊണ്ട് പറയാം. ഇനി നമുക്ക് ഈ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ്റെ മിഥുനൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഗുണാനുഭവം ഉണ്ടാകും നോക്കാം. ഇപ്പോൾ കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും 12-ാം ഭാവാധിപനാണ് സൂര്യൻ. ഈ 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ 15 രാവിലെ അവരുടെ കർമ്മസ്ഥാനത്തേക്കാണ് 10-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധൻ ആ 10-ാം ഭാവരാശിയിൽ ഉണ്ട് ജൂൺ 22 വരെ. അതുപോലെ സുഖസ്ഥാനാധിപനായിട്ടുള്ള അതുപോലെ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും ആ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. കർമ്മസ്ഥാനത്ത് 3 ഗ്രഹങ്ങൾ സൂര്യൻ, ബുധൻ, ഗുരു സ്ഥിതി ഉള്ള സമയമാണ്. അപ്പം ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല സർവീസിൽ ഉള്ളവർക്ക് തൊഴിലിൽ ഉയർച്ചയോ സ്ഥാനക്കയറ്റമോ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രസീവ് ആവും. പ്രത്യേകിച്ച് ഈ 10-ൽ സൂര്യനും ബുധനും ഒക്കെ ഗുരുവൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയമായതുകൊണ്ട് അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ദൂരയാത്രകൾ അതിനൊക്കെ സാധ്യതയുണ്ട്. സൂര്യൻ 12-ാം ഭാവാധിപനാണ് എന്നുള്ള ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 10-ൽ വരിക എന്ന് പറയുമ്പോൾ ഈ സർക്കാർ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അല്പം യാത്രയൊക്കെ വേണ്ടി വരുന്ന സമയമായിരിക്കും. മാത്രമല്ല തൊഴിലിന് അല്പം പ്രയത്നമൊക്കെ കൂട്ടേണ്ടുന്ന സമയവും കൂടിയാണ്. അപ്പം മറ്റ് ഗ്രഹങ്ങളൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ 12-ാം ഭാവാധിപൻ ആ കർമ്മസ്ഥാനത്ത് വരുന്നു എന്നുള്ളത് കൊണ്ട് അല്പം കഠിന പ്രയത്നമൊക്കെ നമുക്ക് ആവശ്യമാണ്. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഉയർന്ന തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. ബിസിനസ്സുകാർക്കും അതുപോലെ വലിയ ഭാഗ്യനേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ 10-ൽ നിൽക്കുന്നു. അതുപോലെ ബുധനും ആ 10-ൽ നിൽക്കുന്ന സമയമാണ്. ബിസിനസ് കാരകനും കൂടെയാണ് ആ ബുധൻ. അപ്പോൾ പൊതുവേ നമുക്ക് വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഇപ്പം 4-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു അതുപോലെ സൂര്യനും അതുപോലെ ബുധനും ഈ 4-ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പിരിച്വലായിട്ടുള്ള ഒരു പ്രോഗ്രസ് ഈ സമയത്തുണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ ഈ സമയത്ത് വേണ്ടി വരും. അതുപോലെ കുടുംബത്തിൽ പൊതുവെ ഭാഗ്യ അനുഭവങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. മാതാവിന് ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ പൊതുപ്രവർത്തന മേഖലയിലൊക്കെ ബന്ധപ്പെട്ടാണ് മാതാവ് പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ മേഖലയിൽ അവർക്ക് വിജയമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർ അപ്പോൾ അവർക്കൊക്കെ ആ സ്ഥാപനത്തിന് എന്തെങ്കിലുമൊക്കെ അംഗീകാരം
ഒരു പൊതു സ്വീകാര്യതയൊക്കെ അല്ലെങ്കിൽ ആദരവൊക്കെ കിട്ടാവുന്ന ഒരു മാസമായിട്ട് ഈ മിഥുന മാസത്തെ അല്ലെങ്കിൽ മിഥുന രാശിയിലേക്ക് ആ സൂര്യൻ്റെ രാശിമാറ്റം വരുന്ന സമയത്തെ നമ്മൾ കാണണം. അതുപോലെ തന്നെ വീട്, വാഹനം ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും. കുടുംബ അന്തരീക്ഷമൊക്കെ സന്തോഷകരമാകുന്ന സമയമായിരിക്കും. ഈ 4ാം ഭാവരാശിയിലെ ആ 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും അതുപോലെ ജന്മരാശിയാധിപനായിട്ടുള്ള ബുധനും അതുപോലെ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി 4ൽ വരുന്നത് കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും സൂര്യൻ മിഥുന രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദത്തിൽപ്പെടുന്നവർ, അതുപോലെ ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദത്തിൽപ്പെടുന്നവരാണ്. ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും സൂര്യൻ 11ാം ഭാവാധിപനാണ്. 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ 15 രാവിലെ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ഇപ്പോൾ 7ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ ഗുരു, ബുധൻ, സൂര്യൻ ഈ 3 ഗ്രഹങ്ങളാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് ചില ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ധനഭാഗ്യത്തിന് സാധ്യതയുള്ള സമയമാണ്. 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് ആ ഭാഗ്യസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ പിതാവ് വഴി എന്തെങ്കിലുമൊക്കെ ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനും ഭാഗ്യനേട്ടം ഉണ്ടാകും എന്ന് തന്നെ പറയാം. വിദേശത്തൊക്കെ പഠനം, തൊഴിൽ, ബിസിനസ് ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഉന്നത പഠനം അതുപോലെ ഗവേഷണം ഇവയിലൊക്കെ ഇവയുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിരിക്കും. അവർക്കതിൽ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും. ഈ 12ാം ഭാവാധിപനാണ് ബുധൻ. ആ ബുധൻ ഭാവത്തിൻ്റെ 10ൽ വരുന്നത് കൊണ്ട് ഇപ്പോൾ തൊഴിലിടത്തൊക്കെ ശത്രുക്കളുടെ ചതി അല്ലെങ്കിൽ ഗൂഢാലോചനകൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരു കെയർ വേണം. അതുപോലെ തന്നെ ഈ കർമ്മഭാവത്തിൻ്റെ 12ാം ഭാവമാണ് 9ാം ഭാവം എന്നുള്ളത് കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലവ് കൂടുന്നതിനൊക്കെ സാധ്യത കാണുന്നു. 11ാം ഭാവാധിപൻ സൂര്യൻ ഭാവത്തിൻ്റെ 11ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് സുഹൃത്തുക്കൾ വഴിയോ ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴിയോ ഒക്കെ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നു. അത് മുഖാന്തരങ്ങളൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം. പൊതുവെ ആത്മീയ ചിന്തയൊക്കെ കൂടുന്ന സമയമായിരിക്കും. ആത്മജ്ഞാനമൊക്കെ കൂടും. ഈശ്വര കടാക്ഷമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുക. അതുപോലെ തന്നെ 9ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 9ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ 9ൽ ഭാഗ്യസ്ഥാനത്താണ് ഈ 3 ഗ്രഹങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യമണ്ഡലം ശക്തമാക്കും എന്ന് തന്നെ പറയാം. 9ൽ നിൽക്കുന്ന ബുധനും സൂര്യനും ഗുരുവൊക്കെ 3ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഗുരു 3ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് വളരെ റിസോഴ്സ്ഫുള്ളാകും. നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് വിജയമുണ്ടാകും. പൊതുവേ നമ്മൾ ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടുന്ന സമയമാണ്. തത്വചിന്തകളിലൊക്കെ താല്പര്യം കൂടുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവാകും. എഴുത്തിൽ, പ്രഭാഷണത്തിൽ, അതുപോലെ പബ്ലിഷിംഗ്, അതുപോലെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ അവരുടെ കർമ്മത്തിലൊക്കെ അവർക്ക് കൂടുതൽ ആക്റ്റീവ് ആകാൻ കഴിയുന്ന സമയമായിരിക്കും. അവരുടെ പ്രവർത്തന മേഖലകളിലൊക്കെ വിജയം ഉണ്ടാകുന്ന സമയമായിരിക്കും. അന്യർക്കൊക്കെ ഗുണം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിലൊക്കെ നേട്ടം ഉണ്ടാകും. ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനനേട്ടം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ഇനി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ മിഥുന രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ഇപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് 10ാം ഭാവാധിപനാണ്. ഈ 10ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ 15 രാവിലെ അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത്. 2ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള ഗുരുവും അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധനും ജൂൺ 22 വരെ അഷ്ടമത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ അഷ്ടമഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു.
അതുപോലെ അപ്പോൾ പൊതുവെ നമുക്ക് ആയുർ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറും, നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. 8 ബുധനൊക്കെ നമുക്ക് നല്ല ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് കൂടുതൽ വിനയം പാണ്ഡിത്യമൊക്കെ നമുക്ക് ഉണ്ടാകാവുന്ന സമയമാണ്. ഗവേഷണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ, ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ, അതുപോലെ സ്പേസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ആർക്കിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അന്വേഷണ ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, ഇവർക്കൊക്കെ തന്നെ, അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇവർക്കൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ 8 സൂര്യൻ്റെയും ബുധൻ്റെയും അതുപോലെ തന്നെ ഗുരുവിൻ്റെയും സ്ഥിതി ഉണ്ടാകുമെന്ന് പറയാം. അതേസമയം ബുധൻ 11ാം ഭാവാധിപനാണ്. ആ 11ാം ഭാവാധിപനായിട്ടുള്ള ബുധനാണ് 8 നിൽക്കുന്നത്. ബുധൻ 8ാം ഭാവാധിപനുമാണ് എന്നുള്ളതിനാൽ നമുക്ക് ഈ കബളിപ്പിക്കൽ അല്ലെങ്കിൽ ചതി ഇവയിൽ പെടുന്നതിനോ അതുവഴി ധനം നഷ്ടപ്പെടുന്നതിനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു ജാഗ്രത, ഒരു കരുതൽ നമുക്ക് വേണം. അതുപോലെ ധനകാരകനായിട്ടുള്ള ഗുരുവും ആ 8 ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് ധനസംബന്ധമായിട്ടുള്ള ട്രാൻസാക്ഷനിലൊക്കെ നമുക്ക് ഒരു കെയർ വേണം. അതുപോലെ തന്നെ സൂര്യൻ കർമ്മഭാവാധിപനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ചിലർക്ക് തൊഴിലിൽ അല്പം ടെൻഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും. തൊഴിലിൽ ചെറിയ തടസ്സങ്ങളോ അല്ലെങ്കിൽ തൊഴിലിൽ ചെറിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയമോ തൊഴിൽ സംബന്ധമായിട്ട് ഒരു ഭീതി ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം, പ്രത്യേകിച്ച് സർക്കാർ സർവീസിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക്. അപ്പോൾ അതേസമയം ഈ നമുക്ക് തൊഴിലൊക്കെ എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് തൊഴിൽ കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള രഹസ്യങ്ങൾ കഴിവതും മറ്റുള്ളവരോട് ഈ സമയത്ത് ഷെയർ ചെയ്യാതിരിക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കുക. ഇപ്പോൾ സർക്കാർ സർവീസുള്ളവർക്ക് തൊഴിലിൽ അല്പം കെയർ വേണം. പ്രത്യേകിച്ച് നമ്മൾ അവരുടെ ഫയലിലൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കൂടിയാലോചനകളൊക്കെ വേണം. വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്ത് പോകണം. ചിലർക്ക് ചിലപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ പിഴയോ ഫൈനോ ഒക്കെ ഈ സർക്കാരിനൊക്കെ ഒടുക്കേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്പോൾ 8 നിൽക്കുന്ന ഗുരു, അതുപോലെ സൂര്യൻ, അതുപോലെ ബുധൻ, ഈ 3 ഗ്രഹങ്ങളും അവരുടെ 2ലേക്ക് ഈ കുറുകാരുടെ 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചിലർക്ക് ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന 3 ഗ്രഹങ്ങൾ 2ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലർക്ക് അവർ പ്രതീക്ഷിക്കാത്ത ഉറവിടങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് ഒരു ധനനേട്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അത് ഇൻഷുറൻസ് വഴിയാകാം, ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയാകാം, ചിലപ്പോൾ പൂർവ്വകാല നിക്ഷേപത്തിൽ നിന്ന് പൊടുന്നതിനെ കിട്ടുന്ന എന്തെങ്കിലും നേട്ടമാകാം, ലാഭവിഹിതമാകാം, അല്ലെങ്കിൽ ബന്ധുക്കൾ തരുന്ന ഗിഫ്റ്റാകാം, ചിലപ്പോൾ ലോട്ടറി വഴിയുള്ള നേട്ടമാകാം. അങ്ങനെ നമുക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. അതേസമയം ധനസംബന്ധമായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ധനം ട്രാൻസാക്ട് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.